കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാരൻറ്റിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. മെച്യൂറാണ്, റെസ്പോൺസിബിളാണ് എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലേ തന്നെ വലിയ വെയിറ്റ് ക്യാരി ചെയ്യാൻ പഠിച്ച കുട്ടികൾ. ഇത് ചൈൽഡ്ഹുഡിൽ മാത്രം നിൽക്കുന്ന ഒരു പാറ്റേൺ അല്ല, വലുതാകുമ്പോഴും അത് പോവില്ല. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷേ അതിൻ്റെ എഫക്ട്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ? റിസീവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ ചെയ്യും. നിങ്ങളെ ആവശ്യമുള്ള ആൾക്കാരെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും. ചെറിയൊരു കാര്യം ചോദിക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ അല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. എന്നിട്ട് സ്വയം വിശ്വസിക്കും, എല്ലാ റിലേഷൻഷിപ്സും ഇങ്ങനെയാണ്, ഞാൻ സെൻസിറ്റീവ് ആകുന്നതായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും എന്നൊക്കെ. ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതല്ല, റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ബിക്കോസ് ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്സ് റൺ ചെയ്യുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ കുട്ടിയാണ്. പഴയ അതേ റൂൾസ്. സ്നേഹം സാക്രിഫൈസ് ആണ്, കണക്ഷൻ യൂസ്ഫുൾ ആവണം, ആവശ്യങ്ങൾ ബേർഡനാണ്. ഇത് ഇപ്പോഴും നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാറ്റേൺസ് എന്തൊക്കെയാണ്? എവിടെ നിന്ന് അതിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങണം? ഇന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് മനസ്സിലായില്ലെങ്കിൽ ബാക്കി ഒന്നും ക്ലിയർ ആവില്ല. ഒരു പാരൻറ്റിഫൈഡ് ചൈൽഡിൻ്റെ എക്സ്പീരിയൻസിൽ ലവ് ഫ്രീ ആയിരുന്നില്ല. യൂസ്ഫുൾ ആയിരിക്കുമ്പോഴും എല്ലാം ഹാൻഡിൽ ചെയ്യുമ്പോഴും സാക്രിഫൈസ് ചെയ്യുമ്പോഴും ഒക്കെയാണ് അവർക്ക് വാല്യൂ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ലവ് ഏൺ ചെയ്യേണ്ടതാണെന്ന് അവർ പഠിച്ചു. സ്റ്റേ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഓഫർ ചെയ്യാനുണ്ടാവണം, വെറുതെ എക്സിസ്റ്റ് ചെയ്താൽ പോരാ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അവർ പ്രൂവ് ചെയ്യാൻ നോക്കും, ഓവർഗീവ് ചെയ്യും, കൈൻഡ് ഓഫ് പീപ്പിൾ പ്ലീസിങ്. പക്ഷേ ഈ ബിലീഫ്സ് പെട്ടെന്ന് മാറില്ല. പിന്നീട് അവരുടെ എല്ലാ റിലേഷൻഷിപ്സിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റായി അത് മാറും. സത്യത്തിൽ ഇതവർ ചൂസ് ചെയ്തതല്ല, സർവൈവ് ചെയ്യാൻ പഠിച്ചതാണ്. ഫ്രണ്ട്ഷിപ്പിൽ ഇതെങ്ങനെയാണ് വിസിബിൾ ആകുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. പാറ്റേൺ 1. നിങ്ങൾ ഫുള്ളി കമ്മിറ്റ് ചെയ്യും, എന്നിട്ട് ഡിസപ്പിയർ ചെയ്യും. ഫ്രണ്ടിൻ്റെ കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങൾ പോലെ കെയർ ചെയ്യും. ഇത് അവരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല, ഇങ്ങനെ ചെയ്താലാണ് അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആകുക എന്ന് കരുതിയിട്ടും കൂടിയാണ്. ഇല്ലെങ്കിൽ അവരെ നഷ്ടമായാലോ എന്നൊരു ഫിയർ ഉണ്ട്. അതുകൊണ്ട് ഓവർഗീവ് ചെയ്യും, കൂടുതൽ എഫേർട്ട് ഇടും, സ്വയം ബേൺ ഔട്ട് ആകുന്നത് വരെ. ഒരു ദിവസം നിങ്ങൾക്കിത് ക്യാരി ചെയ്യാൻ പറ്റാതെയാകും. അപ്പോൾ നിങ്ങൾ പതിയെ ഡിസപ്പിയർ ആവും. മെസ്സേജസ് കുറയും, കോൾസ് അവോയ്ഡ് ചെയ്യും, ബിസിയാണെന്ന് പറയും. സത്യത്തിൽ നിങ്ങൾ എക്സോസ്റ്റഡ് ആയതാണ്. പക്ഷേ നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പോലും ഫ്രണ്ടിന് മനസ്സിലാവില്ല. എന്നിട്ട് നിങ്ങൾ സ്വയം ബ്ലെയിം ചെയ്യും. പാറ്റേൺ 2. നിങ്ങൾ കൊടുക്കും, പക്ഷേ റിസീവ് ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ടിനെ കെയർ ചെയ്യും, ഹെൽപ്പ് ചെയ്യും, പക്ഷേ അവർ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ അത് അവോയ്ഡ് ചെയ്യും. ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല, ഓക്കെയാണ് എന്ന് അവരെ റിയഷ്യൂർ ചെയ്യും. ശരിക്കും ഹെൽപ്പ് വേണം, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. റിസീവിങ് കംഫർട്ടബിൾ അല്ല. ബിക്കോസ് ഒരിക്കൽ നിങ്ങളുടെ നീഡ്സ് ഒരു പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട, തന്നെ ചെയ്യണമെന്ന് പഠിച്ചു. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പോലും റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. പാറ്റേൺ 3. പീസ് നിങ്ങൾക്ക് റോങ് ആയിട്ട് തോന്നും. ഒരു ഫ്രണ്ട്ഷിപ്പ് കാമായി, സ്റ്റഡിയായി, ഈസിയായി വരുമ്പോൾ നിങ്ങൾ അൺകംഫർട്ടബിൾ ആവും. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും. അതെന്തുകൊണ്ടാണെന്നോ? നിങ്ങൾ വളർന്നത് പ്രോബ്ലംസിലാണ്. അതാണ് നിങ്ങളുടെ നോർമൽ. പെട്ടെന്ന് സമാധാനം വരുമ്പോൾ എന്തോ മിസ്സിങ് ആയ പോലെ തോന്നും. ആക്ച്വലി പല നല്ല ഫ്രണ്ട്ഷിപ്സും നിങ്ങൾക്കങ്ങനെ മിസ്സായിട്ടുണ്ടാവാം. അത് അവരുടെ പ്രോബ്ലം കൊണ്ടല്ല, നിങ്ങൾക്ക് അൺഫെമിലിയർ ആയതുകൊണ്ടാണ്. നിങ്ങൾ അവിടെ നിന്ന് പോയതാണ്. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, എന്തിനായിരുന്നു അങ്ങനെ ചെയ്തതെന്ന്. റൊമാൻറ്റിക് റിലേഷൻഷിപ്സിൽ ഇത് കുറച്ചും കൂടി ഡീപ്പറായിട്ടാണ് വിസിബിൾ ആവുന്നത്. പാറ്റേൺ 1. നിങ്ങൾ തേടുന്നത് ഒരു പാർട്ട്ണറിനെ മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടാതെ പോയൊരു ഫീലിംഗ് ആണ് നിങ്ങൾ തേടുന്നത്. പ്രൂവ് ചെയ്യാതെ നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരാൾ, പെർഫോം ചെയ്യാതെ സേഫായിട്ട് തോന്നുന്ന ഒരു സ്പേസ്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരു പാർട്ട്ണറിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ പാർട്ട്ണർ ബിഹേവ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന പെയിൻ ഈ റിലേഷൻഷിപ്പ് വർക്ക് ആവുന്നില്ല എന്നല്ല, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന റിലേഷൻഷിപ്പ് കിട്ടില്ല എന്നാണ്. അത് ഡീപ്പറാണ്. പാറ്റേൺ 2. ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെയാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇത് ബാഡ് ലക്ക് അല്ല, ഫെമിലിയാരിറ്റിയാണ്. സ്നേഹം ഏൺ ചെയ്യേണ്ടതാണ് എന്നാണ് നിങ്ങൾ പഠിച്ചത്. അതിനുവേണ്ടി വർക്ക് ചെയ്യും, സ്വയം പ്രൂവ് ചെയ്യും. അപ്പോഴാണ് നിങ്ങൾക്ക് സ്നേഹം കിട്ടിയിരുന്നത്.
അപ്പോൾ ഒരാൾ പെട്ടെന്ന് ക്ലിയറായി കൺസിസ്റ്റൻ്റായി അവൈലബിളായി വരുമ്പോൾ എന്തോ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും, എന്തോ ശരിയല്ല, ഇത് റിയൽ ആണോ എന്ന് പോലും ഡൗട്ട് തോന്നും. ബിക്കോസ് നിങ്ങൾക്കൊരിക്കലും സ്നേഹം ഈസി ആയിരുന്നില്ല. പാറ്റേൺ 3, ബീയിങ് നീഡഡും ബീയിങ് ലവ്ഡും കൺഫ്യൂസ് ചെയ്യും. ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്. പാർട്ട്ണറിന് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ അത് സ്നേഹമാണെന്ന് കരുതും. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം ആകാൻ ട്രൈ ചെയ്യും. ഇമോഷണൽ സപ്പോർട്ട്, പ്രോബ്ലം സോൾവർ, എല്ലാം ഹോൾഡ് ചെയ്യുന്നയാൾ. ബിക്കോസ് എന്നെ ആവശ്യമുണ്ടെങ്കിൽ അവരെന്നെ വിട്ടിട്ട് പോകില്ല എന്നാണ് ഉള്ളിലുള്ള ചിന്ത. പക്ഷേ സത്യം അതല്ല. ബീയിങ് നീഡഡ് ബീയിങ് ലവ്ഡ് അല്ല. നിങ്ങൾ ആവശ്യമുള്ള ആളായിരിക്കാം, പക്ഷേ സ്നേഹിക്കപ്പെടണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും എക്സോസ്റ്റഡ് ആവും. എത്ര ചെയ്താലും മതിയാവില്ല. പാറ്റേൺ 4, നിങ്ങൾക്ക് സ്വന്തം ആവശ്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. എത്ര സേഫാന്ന് തോന്നുന്ന ആളുടെ അടുത്ത് പോലും സ്വന്തം നീഡ്സ് മിനിമൈസ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ചോദിച്ചിട്ട് അവർ ആൻസർ പറയുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യും. ഒരു ചെറിയ കാര്യം പറയാൻ പോലും ചിലപ്പോൾ ദിവസങ്ങൾ ആലോചിക്കും. ഇത് വേണോ, കുഴപ്പമാവുമോ എന്നൊക്കെ ചിന്തിക്കും. നെക്സ്റ്റ് ടൈം വേണ്ട, ഓക്കെ ആണ് എന്ന് പറയാൻ തോന്നുമ്പോൾ ഒന്ന് പോസ് ചെയ്യണം. എന്നിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊന്ന് പറയാൻ ശ്രമിക്കണം. ആലോചിക്കുകയൊന്നും വേണ്ട, ആ മൊമെൻറ്റിൽ തോന്നുന്നത് മാത്രം. ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ ഇത് മാറ്റങ്ങളുടെ ഒരു തുടക്കമാവും. ഒരു ദിവസം നിങ്ങൾക്ക് ഈ പാറ്റേൺസ് മനസ്സിലാകാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓവർഗീവ് ചെയ്തത്? എന്തുകൊണ്ടാണ് ഒരുപാട് കാത്തിരുന്നത്? എന്തുകൊണ്ടാണ് സമാധാനം വേണ്ടാന്ന് വെച്ചത്? എന്തുകൊണ്ടാണ് ചോദിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയത്? ആ മൊമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവയർനെസ് കൊണ്ട് മാത്രം ഇത് ചേഞ്ച് ആകില്ല. ബിക്കോസ് ഈ പാറ്റേൺ നിങ്ങളുടെ മൈൻഡിൽ മാത്രമല്ല, ബോഡിയിലും റിയാക്ഷൻസിലും ഇൻസ്റ്റിങ്സിലും വരെയുണ്ട്. അത് വർഷങ്ങൾ കൊണ്ട് ഡെവലപ്പ് ആയതാണ്. പെട്ടെന്നൊരു ദിവസം അത് ഡിസപ്പിയർ ആവില്ല. പക്ഷേ ഈ തിരിച്ചറിവിൽ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. പെർഫെക്ഷൻ വേണ്ട, ജസ്റ്റ് നോട്ടീസ് ചെയ്യൂ. എന്നിട്ട് ഡിഫറെൻ്റായി റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കൂ. ചേഞ്ചസ് ഉണ്ടാവുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഹെൽത്തി ലവ് ആദ്യം നിങ്ങൾ കൺഫെമിലിയർ ആയി തോന്നും. അത് ക്യാവോസ് പോലെ അല്ല. ചേസ് ചെയ്യേണ്ടയും പ്രൂവ് ചെയ്യേണ്ടയും ആവശ്യമുണ്ടാവില്ല. അത് കാമാണ്. ആ കാംനെസ് ആദ്യം അൺകംഫർട്ടബിളായി തോന്നിയേക്കാം. അതിൽ നിന്ന് മാറിപ്പോകണമെന്ന് പോലും തോന്നും. പക്ഷേ സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ. ആ ഡിസ്കംഫോർട്ട് ഡേഞ്ചർ അല്ല. നിങ്ങളുടെ ബോഡി ഈ പുതിയ ഫീലിംഗ് പ്രോസസ്സ് ചെയ്യാൻ പഠിക്കുന്നതാണ്. ഇതുവരെ നിങ്ങൾ ആവശ്യമുള്ള ആളാകാനാണ് പഠിച്ചത്. ഇനി സ്നേഹം റിസീവ് ചെയ്യാൻ പഠിക്കണം. അതിന് ടൈം എടുക്കും. ചിലപ്പോൾ പഴയ പാറ്റേൺസിലേക്ക് സ്ലിപ്പായേക്കാം. അത് ഓക്കെയാണ്. ഹീലിംഗ് ഒരു ഡെസ്റ്റിനേഷനല്ല, അതൊരു ഡയറക്ഷനാണ്. ആ ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ റെഡി ആയാൽ ചേഞ്ചസ് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ എല്ലാം റൂട്ടിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാം. ഒരു പാരൻറ്റിഫൈഡ് ചൈൽഡ് വളർന്നു വലുതായി ഒരമ്മയായി കഴിയുമ്പോൾ ആ അമ്മയുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ആവാതിരുന്നാൽ അതെങ്ങനെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ആകുന്നുവെന്ന്. ആ അണ്ടർസ്റ്റാൻഡിങ് കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പാറ്റേണാണ് ഫെമിലിയറായി തോന്നിയതെന്ന് കമൻസിൽ പറയൂ. ഫ്രണ്ട്ഷിപ്പ് ഓർ റിലേഷൻഷിപ്പ്. ഞാൻ എല്ലാ കമൻസും വായിക്കും. See you.